ഇന്ന് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ ഈ സെക്ഷനിൽ വരുന്ന സമ്മിൻ്റെ സെക്ഷനിൽ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. തന്നിരിക്കുന്ന ഓരോ അരിത്തമെറ്റിക് സീക്വൻസിലെയും ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്. 25 ടേംസിൻ്റെ സമ്മാണ്. ആദ്യത്തെ സീക്വൻസ് ഇതാണ്: 11, 22, 33 എക്സെട്ര. ഓക്കെ, അപ്പം നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ അറിയാം അല്ലേ? ഏതൊക്കെയാണ് ഇക്വേഷൻ? എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ ഇക്വേഷനിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയണം. എൻ്റെ ഇവിടെ 25 എന്നറിയാം. ഫസ്റ്റ് ടേം അറിയാം 11, കുഴപ്പമില്ല. ലാസ്റ്റ് ടേം നമ്മളിനി കണ്ടുപിടിക്കേണ്ടി വരൂലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സമ്മിന് വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d അല്ലേ? n എത്രയാണ്? n 25 ആണ് അല്ലേ? 25/2 ഇൻറ്റു 2f. 2 ഇൻറ്റു എഫ് എത്രയാണ്? 11 പ്ലസ് n-1 ഇൻറ്റു d, അതായത് 25 മൈനസ് 1 എന്ന് വരും. 24 ഇൻറ്റു d എത്രയാണ്? 11. ഓക്കെ, 25/2 ഇൻറ്റു 2 ഇൻറ്റു 11 22 എന്ന് വരും. 24 ഇൻറ്റു 11 എത്ര വരും? 264 എന്ന് വരും. ഓക്കെ, ഇനി ബ്രാക്കറ്റിനകത്ത് 22ഉം 264ഉം കൂടെ കൂട്ടാനാണ്. നമുക്ക് കൂട്ടി നോക്കാം. 264 പ്ലസ് 22 എത്ര വരും? 286 എന്ന് വന്നു. 25/2 ഇൻറ്റു 286, ബ്രാക്കറ്റിനകത്തുള്ളതാണ് 286. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഈ 2ഉം ഈ 286ഉം ക്യാൻസൽ ചെയ്തു. എത്ര വരും? 25 അതുപോലെ എഴുതി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എത്രയാവും? 143 അല്ലേ? അപ്പോൾ ഇൻറ്റു 143 ഈക്വൽ ടു, ഇപ്പോൾ 143യും 25ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇൻറ്റു ചെയ്യണം. എത്ര വരും? 15, 1, 2, 7, 286, 5, 7, 5, 3, 3575. ഇപ്പോൾ സമ്മ് കിട്ടി 3575 അല്ലേ? അപ്പോൾ സമ്മായി. ഇതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 12, 23, 34 അല്ലേ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് സീക്വൻസ് ഇതാണ്: 12, 23, 34 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പം n ആണ് എന്തെന്ന് പറയുന്നത്? n ആണ് 25. ഫസ്റ്റ് ടേം അറിയാം 12. d അറിയാമോ? d കണ്ടുപിടിക്കണം. 23 മൈനസ് 12 എന്ന് വരും. എത്ര? 11 എന്ന് കിട്ടി. സമ്മിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സമ്മിനുള്ള ഇക്വേഷൻ എസ് എൻ ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷനിൽ കൊടുക്കും? n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d അല്ലേ? എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. n ഉണ്ട്, f ഉണ്ട്, d ഉണ്ട്. n എത്രയാണ്? 25. 25/2 ഇൻറ്റു 2f എന്ന് വരും. 2f എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 12 പ്ലസ് n-1 ദാറ്റ് ഈസ് 24 ഇൻറ്റു d എത്രയാണ്? 11 ഈക്വൽ ടു 25/2. അത് നമ്മൾ ചെയ്യാത്തതിൻ്റെ കാര്യം ചെയ്യുമ്പോൾ പോയിന്റ് വരും. അതുകൊണ്ടാണ് അവിടെ ചെയ്യാതെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു 12 24 വരും. പ്ലസ് 24 ഇൻറ്റു 11 എത്ര വരും? 264 എന്ന് വരും ഇല്ലേ? 264ഉം 24ഉം കൂടെ ആഡ് ചെയ്യണം. 264 പ്ലസ് 24 എന്ന് വരും അല്ലേ? 288. 25/2 ഇൻറ്റു 288 ക്യാൻസൽ ചെയ്യാമല്ലോ. ഈ രണ്ടും ഈ 288 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 144. അപ്പോൾ 25 ഇൻറ്റു 144 എന്ന് വരും. ഇൻറ്റു ചെയ്ത് നോക്കാം. 144 ഇൻറ്റു 25 എത്ര വരും? 0,
7 വരും, 8 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 10, 1, 6, 1, 3, 3600, 3600 എന്ന് കിട്ടി സമ്മിൻ്റെ ഇക്വേഷൻ. അതായത് ഇത്രയും ടേംസിൻ്റെ സം 25 ഫസ്റ്റ് 25 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3600. ഓക്കെ, അടുത്ത് നമ്മൾ തേർഡ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. 21, 32, 43. ഇതിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സം, ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഒക്കെ അറിയണമല്ലോ സമ്മിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഒക്കെ അറിയണം. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണ്? 21. ഓക്കെ, കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് d is equal to 32 minus 21. എത്ര കിട്ടും? 11 എന്ന് കിട്ടി അല്ലേ? 11 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് n അറിയാം. എത്രയാണ്? n 25 ആണ്. ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. സമ്മിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. Sn is equal to അല്ലേ? Sn is equal to n/2 into 2f plus n minus 1 into d ആണല്ലോ. ഓക്കെ, എന്നും ഡിയും എഫും ഫസ്റ്റ് ടേമും എല്ലാം അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കണം. n എത്രയാണ്? n എന്ന് പറയുന്നത് 25 ആണ്. 25/2 ഇൻറ്റു 2f, അതായത് 2 ഇൻറ്റു എഫിന് പകരം എത്ര കൊടുക്കണം? 21 കൊടുക്കണം. 21 പ്ലസ് n മൈനസ് 1. n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 25 മൈനസ് 1, അത് എന്താണ്? 24 ആണ്. ഇൻറ്റു ഡി എത്രയാണ്? 11 ആണ്. 11 ഇട്ട് കൊടുത്തു. ഈക്വൽ ടു 25/2 അതുപോലെ ഇട്ടു. ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു 21 എത്ര വരും? 42 പ്ലസ് 24 ഇൻറ്റു 11 എത്ര കിട്ടും? 264 എന്ന് കിട്ടും അല്ലേ? ഈക്വൽ ടു 264ഉം 42ഉം കൂടെ കൂട്ടണം. 264 പ്ലസ് 42 എത്ര കിട്ടും? 306 എന്ന് കിട്ടും. 25/2 ഇൻറ്റു 306 അല്ലേ? എങ്ങനെ ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? 153 എന്ന് കിട്ടി. 153 എന്ന് കിട്ടി. ബാക്കി എന്തുകൊണ്ട്? 25 ഇൻറ്റു 153 ആണ്. 25ഉം 153ഉം കൂടെ ഇൻറ്റു ചെയ്യണം. എത്ര കിട്ടും? 153 ഇൻറ്റു 25 നമുക്ക് ചെയ്ത് നോക്കാം. 15, 1, 26, 2, 5, 7. 153 306 എന്ന് വരും. ആഡ് ചെയ്യുമ്പോൾ 5, 12, 1, 8, 3, 3825 എന്ന് കിട്ടും അല്ലേ? അടുത്ത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. 19, 28, 37 അല്ലേ? ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 ആണ്. കോമൺ ഡിഫറൻസ് ഡി എത്രയാണ്? 28 മൈനസ് 19 എന്ന് വരും അല്ലേ? എത്ര കിട്ടും? 9 എന്ന് കിട്ടും അല്ലേ? അടുത്തത് n നമുക്കറിയണം. ഇക്വേഷനിൽ സമ്മ കണ്ടുപിടിക്കാൻ വേണ്ടി, തുക കണ്ടുപിടിക്കാൻ വേണ്ടി n അറിയണം. n എത്രയാണ്? ക്വസ്റ്റ്യനിലുള്ള പോലെ 25 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സമ്മിൻ്റെ ഇക്വേഷനിൽ കൊടുക്കാം. Sn is equal to n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? n എത്രയാണ്? 25/2 ഇൻറ്റു 2f എന്നാണ്. 2f എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു എഫ് എത്രയാണ്? 19 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 25 മൈനസ് 1 എന്ന് വരും. എത്രയാണ്? 24 അല്ലേ? 24 ഇൻറ്റു ഡി എത്രയാണ്? 9 കൊടുത്തു ആണല്ലോ. അടുത്തത് 25/2 ഇൻറ്റു 2 ഇൻറ്റു 19 എത്ര വരും? 38 ആണ്. പ്ലസ് 24 ഇൻറ്റു 9 ചെയ്ത് നോക്കാം. 24 ഇൻറ്റു 9 6, 3, 21. അപ്പോൾ 216 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? 25/2 സെയിം ആണ്. ഇതിനകത്ത് ബ്രാക്കറ്റിനകത്തുള്ള 38ഉം 216ഉം കൂടെ കൂട്ടണം. അപ്പോൾ കൂട്ടാം. എത്ര കിട്ടും? 4, 1,
5 254 എന്ന് കിട്ടി. 254. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ഇതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഈ 2നെയും ഈ 254നെയും ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 25. അതുപോലെ എഴുതി ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? 254 എന്നുള്ളത് 127 എന്നാവും. 127 എന്ന് കിട്ടി അല്ലേ? 127 ആയി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 25ഉം 127ഉം കൂടെ ഇൻറ്റു ചെയ്യണം. 127 × 25 എത്ര കിട്ടും? 35 5 3 10 13 1 7 6 അല്ലേ? അടുത്തത് 127 254 എന്ന് വരും. 5 7 11 1 3175 എന്ന് കിട്ടി അല്ലേ? സം എത്ര കിട്ടി? ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 3175. അപ്പോൾ ഇവിടുത്തെ സം എത്രയായിരിക്കും? 3175 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഇതാണ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ആണേ. ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമോങ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് സം ഓഫ് ആരുടെ സമ്മ്? ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9. 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. എമോങ് എവിടെയുള്ള 9ൻ്റെ മൾട്ടിപ്പിൾസ്? 9ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 9 വരും, 18 വരും, 27 എക്സെട്ര അങ്ങനെ പോകും. എന്നാൽ നമുക്ക് എല്ലാ 9ൻ്റെ മൾട്ടിപ്പിൾസും വേണ്ട. എമോങ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് നമ്പേഴ്സിലുള്ള 9ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള 3 അക്ക സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. എല്ലാ 3 അക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കണം. 9ൻ്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യ ആണല്ലോ. അപ്പോൾ നോക്ക്, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്നറിയണം. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? 100ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 100 ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. ഓക്കെ, 100 9ൻ്റെ ഗുണിതം ആണോ അല്ലയോ? അല്ല. എന്നാൽ നമുക്കറിയാം 99 9ൻ്റെ ഗുണിതമാണോ? ആണ് അല്ലേടെ? 99 9ൻ്റെ ഗുണിതമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത 9ൻ്റെ ഗുണിതം എവിടെ വരും? 99 100ൻ്റെ ഗുണിതമാണെങ്കിൽ അടുത്തത് 108 ആയിരിക്കും. എന്ത്? 9ൻ്റെ ഗുണിതം. എന്നാൽ 108 ഒരു 3 അക്ക സംഖ്യയുമാണ്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ കാര്യം ആയില്ലേ? അപ്പം നമുക്ക് ആരൊക്കെ വേണ്ട? 99 നമുക്ക് വേണ്ട. 100 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അല്ല. 101 അല്ല, 102 അല്ല, ആരേ ഉള്ളൂ? 108 ആണ് ആദ്യത്തെ 9ൻ്റെ ഗുണിതം. ഓക്കെ, 9ൻ്റെ ഗുണിതമായ ആദ്യത്തെ 3 അക്ക സംഖ്യയാണ് ഇത് 108 എന്ന് പറയുന്നത്. അങ്ങനെ പോയി ഏറ്റവും അവസാനത്തെ 3 അക്ക സംഖ്യ നമുക്കറിയാം 999 ആണ്. നമ്മൾ 3 അക്ക സംഖ്യ എഴുതി. ഈ 999 9ൻ്റെ ഗുണിതമാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? ആണ്. 9ൻ്റെ ഗുണിതമാണല്ലോ. ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ടേം ഏതാണ്? സീക്വൻസ് 108ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എൻഡ് ചെയ്യും? അങ്ങനെ പോയി 999ലാണ് ആ സീക്വൻസ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം അറിയാം. ഫസ്റ്റ് ടേം എത്രയാണ്? 108. ലാസ്റ്റ് ടേം എത്രയാണ്? 999. എത്ര അറിയാം. അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 9ൻ്റെ ഗുണിതം എന്ന് പറയുമ്പോഴത്തേനും അത് 9 ആയിരിക്കും അവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലേ? അവിടുത്തെ കോമൺ ഡിഫറൻസ് 9 വരാൻ കാര്യം 9ൻ്റെ ഗുണിതമായതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കണം. തുക കണ്ടുപിടിക്കണം. സമ്മിൻ്റെ ഇക്വേഷൻ ഇതാണ്. Sn = n/2 ഇൻറ്റു 2 ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമും ഉണ്ട്. പിന്നെന്താണ്? n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഇൻറ്റു d. 2ൽ കൊടുത്താലും നമുക്കിവിടെ ചെയ്യാം ആണല്ലോ. ഓക്കെ, ഇനി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉള്ളപ്പോൾ അതാണ് കൊടുക്കുന്നത് എളുപ്പം. ഏതൊക്കെ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നുള്ള ഇക്വേഷൻ ഞാൻ അത് തന്നെ കൊടുത്തു. എന്നാൽ ഇവിടെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ ആര് വേണം? നമുക്ക് n വേണം. n നമുക്കിവിടെ ഉണ്ടോ? n ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. n = ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1. ഇതാണ് നമ്മുടെ n കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന്, അതായത് 108 മുതൽ 999 വരെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടേം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 999 അല്ലേ? മൈനസ് ഫസ്റ്റ് ടേം എഴുതിയിട്ടുണ്ട് 108, അതും എഴുതി. ബൈ d എത്രയാണ്? 9 അത് കൊടുക്കാം. പ്ലസ് 1
ഓക്കെ ആണല്ലോ. ഈക്വൽ ടു 999 മൈനസ് 108. നമുക്ക് കുറച്ച് നോക്കാം. എത്ര കിട്ടും? 1, 9, 8. 891 എന്ന് കിട്ടി. ബൈ 9 പ്ലസ് 1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. 891 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9, 81 കുറയ്ക്കുമ്പോൾ എത്ര വരും? 8, 1, 9 അല്ലേ? അപ്പോൾ 99 ബാക്കിയുള്ള പ്ലസ് 1 ഇടാൻ മറക്കരുത്. 99 പ്ലസ് 1 എന്ന് കിട്ടി. എത്ര കിട്ടും? അത് 100. എത്രയാണ്? 100. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സമ്മായില്ല. നമ്മളിപ്പോൾ എന്നെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞിരിക്കുന്ന സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കാമല്ലോ. സമ്മിൻ്റെ ഇക്വേഷൻ ഇതാണ്. SN ഇസ് ഈക്വൽ ടു, ഒന്നുകൂടെ എഴുതാണ്, n/2 ഇൻറ്റു ഇക്വേഷൻ എന്തായിരുന്നു? എളുപ്പം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു n/2. n എത്രയാണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചു, 100 അല്ലേ? അപ്പോൾ 100/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 108 പ്ലസ് ലാസ്റ്റ് ടേം 999 ആണല്ലോ. നമുക്ക് ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യാം. 108ഉം 999ഉം കൂടെ ആഡ് ചെയ്യണം. എത്ര വരും? 7, 1, 0, 1, 1107 എന്ന് കിട്ടും അല്ലേ? 1107 രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 1107 എന്ന് കിട്ടി. അപ്പോൾ 100/2 ഇൻറ്റു 1107 എന്ന് വരും. 100/2 എത്രയാണ്? 50 ആണ്. 50 ഇൻറ്റു 1107 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1107 50 കൂടെ ഇൻറ്റു ചെയ്യാനല്ലേ? അപ്പോൾ നമുക്ക് 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. എന്നിട്ട് ആ 0 കൊടുത്താൽ പോരെ? 5 35 ആണ്. 5 എഴുതി, ബാക്കി 3, 3, 5, 5. എത്ര കിട്ടും ആൻസർ? 55, 35. ഇനിയുള്ളത് ഈ ഒരു 0 ഉണ്ടായിരുന്നില്ലേ? ആ 0 കൂടെ ഇട്ട് കൊടുക്കണം. ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ. മനസ്സിലായി? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ ചോദിക്കാം, 3 ഡിജിറ്റ് നമ്പർ ചോദിക്കാം. ഇപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ ചോദിക്കാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ റിമൈൻഡർ വരണ രീതിയിലും വരാം. നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.